സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ 25 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായാണ് കണക്കുകൾ പറയുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം ഇന്നലെ വൈകിട്ട് വരെയുള്ള കണക്കുകളിൽ 25 പേർ മരണപ്പെട്ടതായുള്ള വിവരമാണ്. 10 പേർക്ക് പരിക്കേൽക്കുകയും 4 പേരെ കാണാതാവുകയും ചെയ്തു. അതേസമയം തന്നെ ഏകദേശം 52 വീടുകൾ പൂർണ്ണമായി ഈ മഴയിൽ തകർന്നിട്ടുണ്ട്. 565 വീടുകൾക്കാണ് ഭാഗികമായുള്ള തകരാറുകൾ ഉണ്ടായിട്ടുള്ളത്. 418 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 18,434 പേരാണ് ഇപ്പോൾ കഴിയുന്നത്. വലിയ രീതിയിലുള്ള മഴക്കെടുതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ മിന്നൽ പ്രളയത്തിൽ തന്നെ കൂടുതൽ പേർക്ക് അപകടമുണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മരണമുണ്ടായത് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിൽ തന്നെ 1-ാം തീയതി മുതലുള്ള മഴക്കണക്ക് പ്രകാരം കോട്ടയത്ത് 5 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. മലപ്പുറത്ത് 4 പേർക്കും ആലപ്പുഴ, കണ്ണൂർ ജില്ലകളിൽ 3 വീതം പേർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ വീടുകൾ തകർന്ന ജില്ലയാണ്. ഇടുക്കിയിൽ 14 വീടുകളാണ് തകർന്നത്. കോട്ടയത്ത് 11 വീടുകൾ തകർന്നിട്ടുണ്ട്. ഏതായാലും പത്തനംതിട്ടയിൽ ഏറ്റവും കൂടുതൽ വീടുകൾ ഭാഗികമായി തകർന്ന ഒരു കണക്കുകളാണ് വരുന്നത്. പത്തനംതിട്ടയിൽ 103 വീടുകൾക്കാണ് ഭാഗികമായുള്ള തകർച്ച ഉണ്ടായിട്ടുള്ളത്. പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. പല സാഹചര്യത്തിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ വെള്ളം കയറിയത് വലിയ രീതിയിലുള്ള തിരിച്ചടിയായിട്ടുണ്ട്. ഈ മഴക്കാലത്ത് സാധാരണഗതിയിൽ 2018 പ്രളയത്തെ അപേക്ഷിച്ച് വെള്ളം കയറാത്ത പ്രദേശങ്ങളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഒരു കിടപ്പ് രോഗികളടക്കം വീടിൻ്റെ മുകൾ നിലയിലൊക്കെയാണ് താമസിക്കുന്നത്. അവരെ രക്ഷപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ ഏർപ്പെടുത്തിയെങ്കിലും അതിന് വലിയ ബുദ്ധിമുട്ടുകൾ നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ചിലയിടത്ത് വെള്ളം കയറിയതായുള്ള വിവരം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഏതായാലും രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ നടക്കുകയാണ്. അതേസമയം തന്നെ കൂടുതൽ കണക്കുകൾ ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.